ഇവിടെ ആരും ഇല്ലേ? ഹലോ, ഇവിടെ ആരും ഇല്ലെന്ന്. ഇവിടെ ആരും ഇല്ലേ? ആരാ? ചാരുലതയുടെ വീടല്ലേ? അതെ. ചാരുലത ഒന്ന് കാണാൻ വന്നതാ. ചേച്ചി, ചേച്ചി. നമസ്കാരം. ദേ ചേച്ചി കാണാൻ വന്നതാ. ചാരുലതയല്ലേ? ആ അതെ. ആരാ മനസ്സിലായില്ലായിരുന്നു. ഞാൻ കാരൂർ നീലകണ്ഠൻ, ബാലേന്ദ്ര മാഷിന്റെ കുടുംബ ജോത്സ്യനാ. ഇതിലൊന്ന് പോയപ്പം മോളെ ഒന്ന് കാണാന്ന് വെച്ചതാ. വരൂ, അകത്തേക്ക് ഇരിക്കാം. വരൂ, ഇരിക്കാം. ഈ ആയിരപ്പറ കുടുംബത്തിലെ എന്ത് നല്ല കാര്യം വന്നാലും എന്നെ കണ്ടിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് അവര് മുന്നോട്ട് പോകാറുള്ളൂ. ബാലമാഷേ മോടെ ജാതകം കൊണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ മാഷിനോട് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ആ ജാതകം അങ്ങനായിരുന്നു. അത് തിരുത്തി എഴുതിയതായിരുന്നു. മനസ്സിലായി. ആ ജാതകം കണ്ടപ്പോ തന്നെ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചേർത്തിരിക്കുന്ന ചില വാചകങ്ങൾ അക്ഷരപ്പിശകുകളാ. ഇതൊന്നും ജ്യോത്സ്യം അറിയാവുന്ന ഒരാള് ഒരിക്കലും പ്രയോഗിക്കത്തില്ല. ബാലമാഷിനോട് ഞാനിത് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ മാഷിന് ഈ കല്യാണം എങ്ങനെയും നടത്തണമെന്ന് ചിന്തയായിരുന്നു. ജാതകം നോക്കാതെ തീയതി മുഹൂർത്തം മതിയെന്നുള്ള വാശി. അതാ ഞാൻ മോളെ കാണാൻ വന്നത്. ഒന്ന് ഗണിച്ചു നോക്കിയാ കാര്യങ്ങളൊക്കെ അറിയാനുള്ളതേ ഉള്ളൂ. അല്ല, അതിനെന്താ ചെയ്യേണ്ടത് ജോത്സരെ? മോളുടെ നക്ഷത്രവും ജനിച്ച ദിവസവും ആദ്യം അറിയണം. അതൊന്നും മോക്കറിയാൻ സാധ്യതയില്ലല്ലോ. അറിയാം ജോത്സരെ. ബാലമാമ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മൂമ്മയുടെയും എന്റെയൊക്കെ പറയുന്ന ആളാന്ന്. വെളുപ്പിനൊരു 3:47 എന്റെ ജനനം എന്നൊക്കെ. മതി, അത് മതി. പിന്നെ ഒരു 3 തിരിയുള്ള നിലവിളക്ക് ഇങ്ങോട്ടിങ് എടുത്തു. വാ മോളെ. ഒന്നും അവിടെ വെച്ച് പറയാൻ പറ്റില്ല. എങ്ങനെ പറയും? ആകാശേ, നീ എന്താ അവിടെ വെച്ച് അഭിപ്രായം ഒന്നും പറയായിരുന്നു? അച്ഛാ, അത് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കല്യാണമൊക്കെ തീരുമാനിക്കാന്ന് വെച്ചാ ആർക്ക് അഭിപ്രായം പറയാൻ പറ്റാ? നിനക്ക് സർപ്രൈസ് ആയി പോയല്ലേ? ചേട്ടൻ എക്സൈറ്റ്മെന്റ് ഒന്ന് കാണായിരുന്നു അച്ഛാ. നയന ചേച്ചിയെ കണ്ടപ്പോ ഞാൻ ചേട്ടനെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു. എന്തായാലും ആ സസ്പെൻഷന്റെ നാണക്കേടങ്ങ് മാറിക്കിട്ടി. ആകാശ് സസ്പെൻഷനിലാണെന്ന് അറിഞ്ഞപ്പോ ദേവി അതിനെ നോക്കിക്കണ്ട രീതി കണ്ടോ? അതാ അവന്റെ ക്യാരക്ടർ. അതുപോലെ തന്നെയാവും നയനയും. നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടിയാ. ആകാശേണ്ണൻ നയന ചേച്ചി നല്ല ക്യൂട്ട് കപ്പിൾസ് ആയിരിക്കും അച്ഛാ. രവി വിളിക്കുന്നുണ്ട്. രവി ആണോ? സന്തോഷം. ഇല്ലല്ലേ, എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുക. ഓഹോ, ശരി രവി, പറയാം. നയനയ്ക്ക് ആകാശിന് ഇഷ്ടമായിരുന്നു. ആണോ? രവി ഭയങ്കര സന്തോഷത്തിലാ. ആകാശ് അവിടെ വെച്ചൊന്നും പറയാത്തോണ്ട് ഇവനോട് അഭിപ്രായം ചോദിച്ച് പറയാൻ പറഞ്ഞിരിക്കുക. പിന്നെ പണ്ടേ അവൻ അച്ഛന്റെ മോനല്ലേ. നിങ്ങളുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കൊന്നും അവൻ എതിരെ നിൽക്കാറില്ലല്ലോ. അവിടെ എത്തിയിട്ട് രവിയെ വിളിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു ഷാപ്പിൽ കയറുന്നേ. എടി, ഇന്ന് നീ കയറിയതേ വേറെ ആരുടെയും ഷാപ്പിലല്ല, നിന്റെ സ്വന്തം ഷാപ്പിലാ കയറിയത്. എന്നാലും അവിടെ ഉള്ളവർക്കൊക്കെ നിങ്ങളോട് എന്ത് ബഹുമാനാ. എടി, അവർക്ക് മാത്രമല്ല, ഈ കരക്കാർക്ക് മുഴുവൻ ശാന്തപ്പനോട് ഇപ്പൊ ബഹുമാന. എടി, നാട്ടിലെ ഉത്സവക്കാർക്കും കരയോക്കാർക്കും ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് ഞാനല്ലേ. നിനക്കൊരു കാര്യം അറിയോ? ഇത്തവണത്തെ ചമ്പക്കുളം വള്ളംകളിക്ക് എവറോളം ട്രോഫി കൊടുക്കുന്നത് ആരാ? നമ്മുടെ തോട്ടമൊക്കെ ഷാപ്പല്ലേ. എന്നോട് അമരത്ത് നിൽക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നിക്കത്തത് എനിക്ക് പറ്റും കേട്ടോ ചേച്ചി ദേ, എന്തോടി അകത്ത് പരിപാടി കിടക്കുന്നത്? ആരാത്? ആ വിളക്കം കത്തിച്ചല്ലോ കൂടോത്രം നടത്തേണ. എനിക്കറിയില്ല. നീ വന്നേ. നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും എന്തോ. എന്താണ് ഇത്? ജ്യോതിഷാലയോ? തീയതി മുഹൂർത്തമൊക്കെ കുറിച്ചല്ലേ? പിന്നെന്തിനാ ഈ കക്കോച്ച് വരവുന്നത്? ആയിരപ്പറയിലെ കുടുംബ ജോത്സരാ. ഓ, ഇദ്ദേഹമായിരിക്കും ആ ജാതകം തിരുത്തിയത്. ഇദ്ദേഹം ഇപ്പം പറഞ്ഞ പോലുള്ള വിവരക്കേട് ആ ജാതകത്തിലും ഉണ്ടായിരുന്നു. അതെ, ഞാൻ ജാതകം തിരുത്തുന്ന ആളൊന്നുമല്ല. അബ്കാരിയാ, അബ്കാരി. തോട്ടുവക്കൽ ഷാപ്പ് TS 36. ശാന്തപ്പൻ മുതലാളി അതിന്റെ ഓണർ. ഒന്ന് പതുക്കെ. നിങ്ങളുടെ ആ കൂട്ടുകാരനെ ആ ജ്യോതിഷരത്നത്തിന്റെ പേരെന്തായിരുന്നു? ജ്യോതിഷരത്നം അനീഷ് സ്വാമി. ഡി എവളോ ആ മാഷും കൂടെ ആയിരിക്കും ഇങ്ങനെ വിളിച്ചു വരുത്തിയത്. ആയിരിക്കും. ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. എടാ, അത് വിളിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ എല്ലാവരും വിളിക്കാം. ആ ലെറ്ററോ? അത് ഞാൻ മെസ്സേജ് ഇടാം. പോരെ? ഗോവിന്ദാ, എടാ, അച്ഛനമ്മയൊക്കെ വന്നേ, ഞാൻ പിന്നെ വിളിക്കാം. എല്ലാരും വിളിച്ച ആ ആകാശമോന്റെ ജോലിക്കാരും രവിമാഷ് ഏറ്റെടുത്ത് അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ അത് മാത്രമൊന്നുമല്ല, ഒരു കല്യാണം വിളിക്കാൻ പോയിട്ടേ വേറൊരു കല്യാണം ഉറപ്പിച്ചിട്ടും കൂടിയാ ഞങ്ങള് വന്നത്. ആ ആ, ആരുടെ? ആരുടെയാ? ആകാശിന്റെ. എടാ, നമ്മുടെ രവിമാഷിന്റെ മോളില്ലേ ആ കുട്ടിയാ. ശരിക്കും? ആരോടാ? ഉറപ്പിച്ച? 2 കല്യാണം കൂടെ ഒരു പന്തല് നടത്താം. എടി, കല്യാണം എന്ന് വെച്ചാലേ ഓരോന്നിനും ഓരോ യോഗമുണ്ട്, അതേ നടക്കൂ കേട്ടോ. ആ യോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ദാ യോഗകാരകം വിളിക്കുന്നു. കാരൂരാ. ആ ആ കാരൂരെ. ആ മാഷെ, ഞാനിപ്പോ ചാരുവിന്റെ വീട്ടിലുണ്ട്. ചാരുവിന്റെ വീട്ടിലോ? അതെന്താ? അത് ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ആ കുട്ടിയുടെ ജാതകം എഴുതി അതെല്ലാരോടും പറയാനാ വിളിച്ചത്. ശാന്തപ്പം വിളിച്ചു വരുത്തിയാണോ? അല്ലല്ല, എനിക്ക് തോന്നി ഒന്നുകൂടെ ഒന്ന് ഗണിക്കണമെന്ന്. ജാതകത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ വ്യക്തമായത് പറയാനാ വിളിച്ചത്. എല്ലാരും ഇല്ലേ അവിടെ? ആ ഉണ്ട് കാരൂര്. ആ അത് നന്നായി. ഞാൻ സ്പീക്കറിലിടാം. ആ പറഞ്ഞോളൂ കാരൂര്. ഈ കുട്ടി മാഷിന്റെ തറവാട്ടിൽ വന്ന് കയറിയ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന. ധനലക്ഷ്മി ഈ വീട്ടിൽ കുടിയിരിക്കും. ജനന സമയം മുതൽ 19 വർഷം ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു മൂടലായിരുന്നു. ആ സമയം ദേ മാറിയിരിക്കുക. ഇനി അങ്ങോട്ട് ശുക്രദശയാ. ഈശ്വരന്മാരെല്ലാം പ്രസാദിക്കുന്ന സമയം. സന്തോഷം കാരൂരെ. പക്ഷേ ഒരു തടസ്സം കാണുന്നുണ്ട്. തടസ്സം? എന്ത് തടസ്സാ കാരൂരെ? തടസ്സം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഈ കുട്ടിയുടെ മാംഗല്യ യോഗത്തിൽ പുറത്തു നിന്ന് വന്ന ഒരാളെയാണ് കാണുന്നത്. എന്നുവെച്ചാ? അതായത് ഈ പുറത്തു നിന്ന് വന്നതെന്ന് വെച്ചാ വിദേശമാണെന്നല്ല. ഇവിടെയുള്ള ആളാണെങ്കിലും പഠനാവശ്യത്തിനോ ജോലി സംബന്ധമായ കാര്യത്തിനോ പുറത്തു പോയതായിരിക്കാം. മനസ്സിലായത്? എന്താ? പുറത്തുനിന്ന് വന്നാൽ ബാബുക്കുട്ടൻ. ബാബുക്കുട്ടൻ ശരിയാ. ആ ആ അല്ല, ലോകത്തിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. മാറ്റങ്ങൾ വരാം. നമ്മള്
പ്രത്യേകിച്ച് എന്തെങ്കിലും? ആ ഒന്നുമില്ലെന്നേ, കല്യാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ആ ചില പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതിലൊന്നും മുടക്കം വരുത്തരുത്. ആ